CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടക്കുകയാണ്. ബന്ധുനിയമന വിവാദത്തിലെ തുടർ നടപടികൾ സംബന്ധിച്ച് യോഗം തീരുമാനം എടുക്കും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വിവാദ നിയമനങ്ങൾ സംബന്ധിച്ച് പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ യോഗത്തിൽ നിലപാട് വ്യക്തമാക്കും. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കോടിയേരിയും കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു. പിന്നീട് മന്ത്രി AP ജയരാജനും കോടിയേരിയെ കണ്ടിരുന്നു. വിവാദ നിയമനങ്ങളെ ചൊല്ലി പ്രതിപക്ഷം നടത്തുന്ന പ്രചാരണങ്ങളെ നേരിടുന്നത് സംബന്ധിച്ചും യോഗം ചർച്ച ചെയ്യും. നിലവിൽ EP ജയരാജന്റെ വിഷയത്തിൽ പ്രാഥമിക അന്വേഷണവുമായി വിജിലൻസ് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്നത്. ഈയൊരു വിഷയം സർക്കാരിനെതിരെയും പാർട്ടിക്കെതിരെയും വലിയ പ്രചരണ ആയുധമാക്കി മാറ്റാനുള്ള പ്രതിപക്ഷ പാർട്ടികളുടെയും UDF-ന്റെയും BJP-യുടെയും ഒക്കെ തന്നെ നീക്കം പ്രതിരോധിക്കുക എന്നതുകൂടി പാർട്ടിക്ക് മുന്നിൽ സുപ്രധാനമായ ഒരു വിഷയമായി ഉയർന്നു വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുനിൽ അരുമാനൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുനിൽ, യോഗം തുടങ്ങിയോ? എങ്ങനെയായിരിക്കും ചർച്ചകൾ? യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. നിർണായകമായിട്ടുള്ള വിഷയം തന്നെയാണ് ഇപ്പോൾ യോഗം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വിവാദ നിയമനം തന്നെയാണ് ചർച്ചാ വിഷയമായിരിക്കുന്നത്. പാർട്ടി സ്വീകരിക്കുന്ന നിലപാട് എല്ലാവരും ഏറെ ശ്രദ്ധയോടെ കാത്തിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ആലോചിച്ച് പാർട്ടിക്ക് ദോഷം പറ്റാത്ത രീതിയിൽ ജനങ്ങൾക്കിടയിൽ പാർട്ടിയുടെ ഇമേജ് കാത്തുസൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള ഒരു തീരുമാനമായിരിക്കും ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗം കൈക്കൊള്ളുക എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ അംഗങ്ങളും സെക്രട്ടേറിയറ്റ് യോഗത്തിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രി EP ജയരാജനുമാണ് ഈ യോഗത്തിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ഇന്നലെ തന്നെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇക്കാര്യത്തിൽ ഏത് തരത്തിലുള്ള സമീപനങ്ങൾ ഇന്നത്തെ യോഗത്തിൽ സ്വീകരിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു ചർച്ചാ വിഷയം. സർക്കാർ ഈ വിഷയത്തിൽ, അതായത് വിവാദ നിയമനവുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള ആക്ഷേപ വിഷയത്തിൽ തന്നെ സർക്കാർ ഏത് തരത്തിലുള്ള നിലപാടുകളാണ് സ്വീകരിച്ചത് എന്നുള്ളത് മുഖ്യമന്ത്രി ഇന്ന് ഈ യോഗത്തെ അറിയിക്കും. അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശമനുസരിച്ചുള്ള നിലപാടുകളിലേക്കാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. കാരണം പാർട്ടി സംസ്ഥാനത്തിൽ തന്നെ ഈ വിഷയം ചർച്ച ചെയ്ത് ഇതിന് പരിഹാരമുണ്ടാക്കണമെന്നാണ് CPM-ന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യം പാർട്ടി സെക്രട്ടറി പാർട്ടിയുടെ നിലപാട് ഈ യോഗത്തെ അറിയിക്കും. തുടർന്ന് അംഗങ്ങൾ ഇതിനകത്ത് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തും. കാരണം ഇത് പാർട്ടിക്ക് പ്രതിച്ഛായ ഉണ്ടാക്കാൻ പാടില്ല, അതുപോലെ തന്നെ ഭരണത്തിന് പ്രതിച്ഛായ ഉണ്ടാക്കാൻ പാടില്ല. ഒരു ജനകീയ സർക്കാരാണ് അധികാരത്തിൽ എത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ അധികാരവുമായി മുന്നോട്ട് പോകുന്നത്. ഈ ജനകീയ സർക്കാരിൻ്റെ മുമ്പിൽ നിന്ന് ജനങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ജനങ്ങളുടെ എതിർപ്പുണ്ടാകാത്ത തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടാകണം. അത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം സ്വജനപക്ഷപാതം തടയുന്നതിൻ്റെ ഭാഗമായി നിയമനിർമ്മാണം നടത്താനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വിജിലൻസ് ക്ലിയറൻസിലൂടെ മാത്രം നിയമനം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. അതോടൊപ്പം തന്നെ ആക്ഷേപം വന്നിട്ടുള്ള വിവാദ നിയമനം എല്ലാം തന്നെ പരിശോധിക്കുന്നതിന് വേണ്ടി ചീഫ് സെക്രട്ടറിയെ നിയോഗിച്ചു. ഇങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കാവുന്ന നിലപാടുകളെല്ലാം സ്വീകരിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ പാർട്ടി സ്വീകരിക്കേണ്ട നിലപാടാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടി കൃത്യമായ രീതിയിലുള്ള നിലപാടുകൾ തന്നെയായിരിക്കും സ്വീകരിക്കുക. കാരണം ഈ നിലപാട് പ്രതിപക്ഷം ആയുധമാക്കാൻ പോകരുത്, അല്ലെങ്കിൽ പ്രതിപക്ഷം ഏത് തരത്തിൽ ഈ ഒരു തീരുമാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളത് വളരെ സൂക്ഷ്മതയോടെ പാർട്ടിയുടെ ഈ യോഗം പരിശോധിക്കും. അതോടൊപ്പം തന്നെ ജനങ്ങൾ, കാരണം അഴിമതിക്കെതിരെ പോരാടുന്ന ഒരു സർക്കാരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. അപ്പോൾ അഴിമതി തടഞ്ഞുകൊണ്ടുള്ള നിലപാടുകളിലേക്ക് പോകും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പല സമീപനങ്ങൾക്കും എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അത്തരത്തിൽ പാർട്ടി അണികളെയും പാർട്ടി അംഗങ്ങളെയും ജനങ്ങളെയും, സാധാരണക്കാരായ ജനങ്ങളുടെയും പൂർണ്ണ വിശ്വാസത്തിലിരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അത്തരത്തിലുള്ള നിലപാടുകളിലേക്ക് പാർട്ടി കടക്കും എന്നുള്ളത് തന്നെയാണ് എല്ലാ കോണുകളും വീക്ഷിക്കുന്നത്. അതുകൊണ്ട് നിർണായകമായിട്ടുള്ള ചർച്ചകൾ നടത്തി ഓരോ അഭിപ്രായവും വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്ത് എല്ലാ വശങ്ങളും, നിയമവശങ്ങളും ഒക്കെ ചർച്ച ചെയ്തിട്ടായിരിക്കും ഇന്നൊരു തീരുമാനം ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിനകത്തുണ്ടാകുന്നത്. ഈ തീരുമാനം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്യും. അതിനനുസരിച്ചായിരിക്കും തുടർ നടപടികൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ചിലപ്പോൾ മാധ്യമങ്ങളോട് പറയും എന്നുള്ളൊരു പ്രതീക്ഷയുമുണ്ട്. അതനുസരിച്ചുള്ള തീരുമാനങ്ങളായിരിക്കും അപ്പോൾ വരിക. ഏതായാലും യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മറ്റൊരു കാര്യം ഇതിനകത്ത് സൗമ്യ പറയാനുള്ള, വിജിലൻസ് സമാന്തരമായി തന്നെ വിജിലൻസിൻ്റെ നടപടികളിലേക്ക് പോവുകയാണ് എന്നുള്ളത് തന്നെയാണ്. അത് സർക്കാരിന് ഒരു എടുത്തു പറയേണ്ട കാര്യം തന്നെ. കാരണം വിജിലൻസിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ മുൻ സർക്കാർ ചെയ്തതുപോലെ യാതൊരു തരത്തിലും വിജിലൻസിനെ സമ്മർദ്ദത്തിലാക്കാൻ ഈ സർക്കാർ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറെ എടുത്തു പറയേണ്ട ഒരു വസ്തുത. അതനുസരിച്ച് വിജിലൻസ് അവരുടെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഒരു പൊതു താൽപ്പര്യ ഹർജിയുണ്ട്, കോടതിയിലുണ്ട്. അത് വിജിലൻസ് കോടതിയിൽ ഇന്ന് പരിഗണനയ്ക്ക് എടുക്കുമ്പോൾ അതിന് വിജിലൻസിൻ്റെ ഡയറക്ടർ മറുപടി നൽകണം. അതിനു മുമ്പുള്ള മറുപടി നൽകാനും കഴിഞ്ഞ വർഷത്തെ 5 വർഷത്തെ കൂടെ ഈ ഇത്തരത്തിലുള്ള ബന്ധു നിയമനം സംബന്ധിച്ച് അന്വേഷണം നടത്താനും വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ നോക്കുമ്പോൾ വിജിലൻസ് നിഷ്പക്ഷമായി വളരെ സ്വതന്ത്രമായുള്ള നടപടികളുമായി ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുന്നു. സംസ്ഥാന സർക്കാർ അവരുടെ നിലപാട് സ്വീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ ശക്തമായിട്ടുള്ള നിലപാട് ഇന്നലെ തന്നെ സ്വീകരിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് മുന്നോട്ട് പോയിരിക്കുന്നു. മറ്റൊരു ഭാഗമാണ് ഇനി വരുന്നത്. ഏറെ ശ്രദ്ധേയമായ, എന്നാൽ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ
യോഗത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തീരുമാനം കൂടെ വരുമ്പോൾ കൃത്യമായി ഈ സർക്കാരിൻ്റെ നിലപാട് ജനങ്ങൾക്ക് മുന്നിൽ ബോധ്യമാകും. കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യമാകുന്ന തരത്തിലുള്ള ഒരു നിലപാടുകളിലേക്കായിരിക്കും ഈ വിഷയത്തിൽ പാർട്ടി നേതൃത്വവും കടക്കുക എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. സുനിൽ അരമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടക്കുകയാണ് തിരുവനന്തപുരത്ത്. ബന്ധു നിയമന വിവാദത്തിലെ തുടർ നടപടികൾ സംബന്ധിച്ച് യോഗം നിർണായക തീരുമാനങ്ങൾ എടുക്കും. വിവാദ നിയമനങ്ങൾ സംബന്ധിച്ച് പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ യോഗത്തിൽ നിലപാട് വ്യക്തമാക്കും. വിവരങ്ങളുമായി സുനിൽ അരമാനൂർ ചേർന്നുണ്ട്. സുനിൽ, യോഗം പുരോഗമിക്കുമ്പോൾ എങ്ങനെയാകും കാര്യങ്ങൾ? ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത് ഏത് രീതിയിലാകും? സമീപം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുകയാണ്. യോഗത്തിൽ ആദ്യം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വിവാദ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിലപാട് അറിയിച്ചിരിക്കുകയാണ് യോഗത്തിനകത്ത്. അതിന്മേലാണ് ഇപ്പോൾ ചർച്ച അംഗങ്ങൾക്കിടയിൽ നടക്കുന്നത്. സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഇക്കാര്യത്തിൽ ചർച്ച നടത്തും. ഓരോ അംഗങ്ങളും അവരുടെ അഭിപ്രായ പ്രകടനം നടത്തുമെന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ യോഗത്തെ അറിയിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു ആരോപണം വന്ന ശേഷം സംസ്ഥാന സർക്കാർ എന്തെല്ലാം നിലപാടുകൾ സ്വീകരിച്ചോ അതെല്ലാം പാർട്ടിയെ നേതൃത്വത്തെ അറിയിച്ചിരിക്കുകയാണ്. ഈ യോഗത്തിനകത്ത് തന്നെ അറിയിച്ചിരിക്കുകയാണ്. ഇനിയാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരുന്നത്. കാരണം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിനകത്ത് ഒരു ചർച്ച ചെയ്ത് ഒരു സമവായത്തിലെത്തി ആ തീരുമാനം തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഒരു ജനകീയ സർക്കാർ എന്നുള്ള നിലയിൽ തന്നെ അത് സ്വീകരിക്കുന്ന തീരുമാനങ്ങൾ അത് ജനങ്ങൾക്ക് എതിർപ്പുണ്ടാകാത്ത തരത്തിലുള്ള ഒരു തീരുമാനമായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. അപ്പോൾ ആ പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും പാർട്ടിക്കകത്ത് ഇത് സംബന്ധിച്ച ചർച്ച നടത്തുക. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നിയമനിർമ്മാണം അടക്കമുള്ള തീരുമാനങ്ങൾ കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗമെന്നോണമാണ് പാർട്ടിയിൽ ഇതിനകത്ത് ചർച്ച ചെയ്തുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു തീരുമാനം പ്രഖ്യാപിക്കുക എന്നുള്ളത്. അത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് തിങ്കളാഴ്ച നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും പ്രതിപക്ഷം ഈ വിഷയമായിരിക്കും ഉന്നയിച്ച് സഭയിൽ സമരമടക്കമുള്ള പ്രവർത്തനങ്ങളിലേക്കും സഭ സ്തംഭിപ്പിക്കുന്ന അടക്കമുള്ള സമര രീതികളിലേക്കും പോവുക. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിൻ്റെ പകുതി പ്രക്ഷോഭത്തിന് ആക്കം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ നിയമനിർമ്മാണം എന്നുള്ള ഒരു തീരുമാനം നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ബാക്കി ഭാഗം കൂടെ അവരെ പ്രതിരോധിച്ച് നിർത്തണമെങ്കിൽ തീർച്ചയായും ഇന്നത്തെ ഈ പാർട്ടിക്കകത്തെടുക്കുന്ന തീരുമാനം തന്നെയായിരിക്കും അതിന് വഴിവെക്കുക. അതുകൊണ്ട് വളരെ ആലോചിച്ച് വളരെ കാര്യക്ഷമതയോടുകൂടിയുള്ള ഒരു തീരുമാനമായിരിക്കും ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിവാദ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സ്വീകരിക്കുക എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. അതനുസരിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ യോഗത്തിൽ പുരോഗമിക്കുന്നത്. ഒരുപക്ഷെ ഇന്നിപ്പോൾ വിജിലൻസ് എടുത്തിരിക്കുന്ന നിലപാടുകൾ കൂടി ഈ വിധത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഇതിൻ്റെ തെളിവുകളടക്കം, അതായത് മന്ത്രി നേരിട്ട് ഇടപെട്ടു എന്നതിൻ്റെ തെളിവുകളടക്കമൊക്കെ ഇനി ലഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ഒരു വിഷയത്തിൽ പൊതുവായ ഒരു അഭിപ്രായ സമന്വയം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടാക്കാൻ ആയിട്ടുണ്ട് എന്നതുകൂടി ഒരുപക്ഷെ പ്രതിപക്ഷത്തിന് വലിയ ആരോപണങ്ങളുടെ ഒക്കെ മുനയൊടിക്കുന്ന ഒരു ഘടകം കൂടിയല്ലേ? പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങളിലൊക്കെ തന്നെയും പാർട്ടിക്കിടയിലായാലും LDFിൽ പൊതുവിലായാലും ഒക്കെ തന്നെയും ഒരു അഭിപ്രായ സമന്വയത്തോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊരു നിലപാട് തന്നെ ആയിരിക്കുമോ ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഉണ്ടാവുക? സമയം ഈ ഒരു ആരോപണവും ആക്ഷേപവും വന്ന പശ്ചാത്തലത്തിൽ തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെ അതിൻ്റെ മുന ഒടിക്കുന്ന തരത്തിലുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടു കഴിഞ്ഞു. കാരണം ഈ കാര്യത്തിൽ സ്വജനപക്ഷപാതം തടയുന്നതിൻ്റെ ഭാഗമായി തന്നെ നിയമനിർമ്മാണം നടത്താനുള്ള തീരുമാനം സർക്കാർ എടുത്തിരിക്കുന്നു. ഈ തീരുമാനം എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു തീരുമാനം തന്നെയാണ്. ഇതിനോട് ഇനി പ്രതിപക്ഷത്തിന് യോജിക്കാതിരിക്കാൻ കഴിയുകയില്ല. കാരണം പ്രതിപക്ഷം ഇതിനോട് യോജിച്ചേ മതിയാകൂ എന്നുള്ള ഒരു സാഹചര്യം വന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ പ്രക്ഷോഭത്തിന് പകുതി ശക്തി കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ബാക്കി പകുതിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സെക്രട്ടേറിയറ്റിനകത്തുണ്ടാകുന്ന തീരുമാനം. അത് ഏത് തരത്തിലുള്ള തീരുമാനം ആണോ ഉണ്ടാകുന്നത്, ആ തീരുമാനം വന്ന ശേഷം അതിനെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ തീരുമാനത്തെ ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ചർച്ച ചെയ്ത് അതിനെ ഒരു പ്രക്ഷോഭമാക്കി മാറ്റാനാണ് പ്രതിപക്ഷം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള അണിയറ നീക്കങ്ങൾ അവർ തകൃതിയാക്കി നടത്തുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ എല്ലാ വശങ്ങളും, കാരണം സംസ്ഥാന സർക്കാർ സ്വീകരിച്ച കാര്യങ്ങൾ യോഗത്തിനകത്ത് പരാമർശിച്ച് കഴിഞ്ഞു മുഖ്യമന്ത്രി. അതുപോലെ വിജിലൻസിൻ്റെ ഭാഗത്ത് നിന്ന് നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന കാര്യം, അത് അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, അതുപോലെ ഇനി പൊതു താൽപ്പര്യ ഹർജി കോടതികളിൽ വരുമ്പോൾ ഉണ്ടാകാവുന്ന കാര്യമാണ്. സംസ്ഥാന സർക്കാർ വളരെ കാര്യക്ഷമതയോടുകൂടിയും അതുപോലെ തന്നെ വളരെ സസൂക്ഷ്മം വീക്ഷിക്കുന്ന ഒരു കാര്യം അതുതന്നെയാണ്. അതോടൊപ്പം തന്നെ പാർട്ടിക്ക് ഉണ്ടാകാവുന്ന പ്രതിച്ഛായ, ആ പാർട്ടിക്ക് നിൽക്കുന്ന പ്രതിച്ഛായയ്ക്ക് ഒരിക്കലും കോട്ടം വരരുത്. ജനകീയ സർക്കാരായിട്ട് അധികാരത്തിലേറ്റ് അഴിമതിക്കെതിരെ മുറവിളി കൂട്ടി അത് അഴിമതിയെ പ്രതിരോധിക്കുമെന്ന് വളരെ പ്രഖ്യാപനങ്ങൾ നടത്തിയ ഒരു സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത്.
പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വളരെ ആലോചിച്ച് എല്ലാ തലങ്ങളും പരിശോധിച്ച് നിയമവശമായാലും മറ്റു തരത്തിലുള്ള പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇപ്പോൾ കോൺഗ്രസ് മാത്രമല്ല, അവർ BJPയുമായി കൂട്ടുചേർന്നുകൊണ്ടാണ് ഈ സർക്കാരിനെതിരെ പ്രക്ഷോഭവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അത് വളരെ ബുദ്ധിപൂർവ്വം തന്നെയാണ് ഭരണപക്ഷം കാണുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിനകത്ത് ചർച്ച ചെയ്ത് അത് അനുസരിച്ച് വളരെ കാലത്തിനനുസരിച്ചുള്ള അല്ലെങ്കിൽ ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം ഇതിനകത്ത് ഉണ്ടാകും എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. അതിൻ്റെ ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ നമുക്ക് അതിനകത്തുണ്ടായിട്ടുള്ള തീരുമാനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും സർക്കാർ ഏത് നിലപാടുകളാണ് പാർട്ടിക്കകത്ത് പറഞ്ഞത് അതനുസരിച്ച് പാർട്ടി ഏകകണ്ഠേന ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരും. പാർട്ടി അംഗങ്ങൾ അതിനകത്ത് ചർച്ച ചെയ്തൊരു തീരുമാനത്തിൽ എത്തിച്ചേരും. ആ തീരുമാനമാണ് ഇനി എല്ലാവരും കാത്തിരിക്കുന്നത്. ആ തീരുമാനം ഏതായാലും അല്പസമയത്തിന് തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സൗമ്യ. സുനിൽ നരമാനൂരാണ് വിവരങ്ങൾ നൽകിയത്.